അതാ ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിരിക്കണ്. എമ്മി എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ യുമ്മി എമ്മി എന്ന് പറഞ്ഞാൽ യുമ്മി എന്ന് ഇംഗ്ലീഷിൽ പറയും. എമ്മിന്ന് അറബ്സ് സാധാരണ ഈ അറേബ്യൻ രാജ്യത്ത് നല്ല സൂപ്പർ ഇരുന്നിട്ടോ ഭക്ഷണം എന്നുള്ളതിന് എമ്മി എന്നാ പറയാ. അപ്പൊ ഇവർക്ക് ദുബായിലും ഈ ഏജൻസികൾ ഉണ്ടല്ലോ, ഇവർക്ക് ദുബായിലുണ്ട് ഏജൻസികളെ. അപ്പോ സ്വാഭാവികമായിട്ടും അവരുദ്ദേശിച്ചത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഓല അതിനെ എതിർക്കാതിരുന്നത്. ഇത് ചോദിച്ചു നോക്ക്, അറബിയില് നല്ല ഭക്ഷണം കഴിച്ചാല് അവര് പറയും എമ്മി എന്നാണ് പറയല്. പല വിധത്തിലുള്ള അല്പന്മാരെ നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇമാതിരി ഒരു സാധനം അത് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് എന്ന് മാത്രമല്ല, ലോകത്തിൽ ഒന്നേ ഉള്ളൂ. അതാണ് കാവും പുറത്തെ എരപ്പൻ എന്ന് പറയുന്നത്. അറബിയാട് നല്ല ഭക്ഷണം കഴിച്ചാല് യമി. ആകെ അറബിയാളെ കണ്ട ഒരേ ഒരു വ്യക്തി, കേരളത്തിൽ നിന്ന് അറബികളെ കണ്ട, അറബികളുമായി ഇടപഴകിയ, അറബികളുമായി സംസാരിച്ച, അറബികളുമായി സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള, അറബികളുമായി ബിസിനസ് ചെയ്തിട്ടുള്ള, എല്ലാം കൊണ്ടും അറബികളെ കണ്ട ഒരേ ഒരു വ്യക്തി കേരളത്തില് ഈ എരപ്പനാന്ന പോന്റെ വർത്താനം കണ്ട് തോന്നുന്നത്. വേറെ ആരും അറബികളെ കണ്ടിട്ടില്ല, വേറെ ആരും അറബികളെ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതും അറബിയാള് നല്ല ഭക്ഷണം കഴിച്ചാല് യമ്മി. എന്താ വേണ്ട ആക്ഷൻ, യമ്മി യമ്മി. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്, യുമ്മി. ഇവനൊക്കെ ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുക, ഇവൻ കുറെ കാലം അധ്യാപകനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവനെ കുറെ കാലം അധ്യാപകനായിരുന്നു. എന്നിട്ട് MLA ആയപ്പോ ആ ജോലി രാജിവെച്ചതാണെന്നാ പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ അധ്യാപകനായി എന്നുള്ളത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവന് 2006 ഒരു ഡോക്ടറേറ്റ് കിട്ടിയല്ലോ. ആ ഡോക്ടറേറ്റ് കിട്ടിയത് കോപ്പി അടിച്ചതാണെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അതിപ്പോ ശരിയാണെന്നുള്ളത് ഇപ്പോ 100% ഉറപ്പായി. കോപ്പി അടിച്ച് ബാക്കിയുള്ളവര് അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചതും പറഞ്ഞതൊക്കെ ഇങ്ങനെ എടുത്ത് സ്വന്തം ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് PhD എന്താണ്. അപ്പോ അതും ഇപ്പൊ കോപ്പി അടിയാണ് എന്നുള്ളത് പൂർണ്ണമായി. നിങ്ങളൊന്ന് ആലോചിച്ചു. ഇംഗ്ലീഷിൽ യുമ്മി എന്ന് പറയുമല്ലോ, അറബിയിൽ യമ്മി എന്നും പറയുമല്ലോ. അറബിയാള് ഭക്ഷണം കഴിച്ചാല് യമ്മി, ഇങ്ങനെ രണ്ട് കൈയും മേൽക്കോട്ട് ഇങ്ങനെ ആക്കൂ, അങ്ങനെ ആക്കൂ. ഇവൻ മാത്രമേ അറബിയാളെ കണ്ടിട്ടുള്ളൂ ജീവിതത്തില്. മലയാളി കേരളത്തിൽ നിന്ന് മറ്റൊരാളും അറബിയാളെ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇവരായിട്ട് ഡയറക്റ്റ് ഒരു പരിചയമില്ല, ഒരു ബന്ധമില്ല, ഒരു ഒന്നുമില്ല അറബികളുമായിട്ട്. അപ്പോ ഇവൻ കണ്ട അറബിയാള് ഭക്ഷണം കഴിച്ച് നല്ല ഭക്ഷണം കഴിച്ചാല് യമ്മി. ഏത്താപ്പ എരപ്പന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആരോടാ ഇവൻ ഈ പറയണത്? ഇവൻ ആരോടാ പറയണത്? പല വിധത്തിലുള്ള ഈ പറയുന്ന അല്പന്മാരെ കണ്ടിട്ടുണ്ട്. ഇന്നലെ വേറൊരു അല്പനെ ഞാൻ കണ്ടായിരുന്നു, ഒരു ബിനീഷ് കോടിയേരി. രണ്ട് സംഭവങ്ങളാണ് ഇന്നലെ ഇവന്റത് കണ്ടിട്ടത്. അത് അതിനേക്കാളും വലുത്, ഇത് അതിനേക്കാളും വലുത്. എനിക്ക് തോന്നുന്നേ ഇവര് ഈ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാലേ, ഇപ്പൊ മറ്റവർക്ക് മെമ്പർഷിപ്പ് ഞാൻ പുതുക്കി കൊടുത്തല്ലോ. അപ്പോ ഈ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു സംഭവം, ഇതിനെന്തോ സംതിങ് പ്രശ്നമുണ്ട്. ഈ റിവേഴ്സ് ഗിയറിലേക്ക് പോകുന്ന തോന്നണേ അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഈ എരപ്പന് എനിക്ക് മനസ്സിലാവാത്തത്, ഈ എരപ്പൻ, ഈ അൽപ്പൻ ബാക്കിയുള്ളവരെ നന്നാക്കാൻ നടക്കുക. ഏത്? ഇവന് ഒരു കൈ ഫുള്ളായിട്ടും ഇല്ല. എന്നിട്ട് പിന്നെ ആരെ നന്നാക്കാൻ നടക്കണേ? ബെരലില്ലാത്തവനെ നന്നാക്കാൻ നടക്കുക, കൈ തന്നെ ഇല്ലാത്തവന്. എന്താ ചെയ്യാ? നിങ്ങളൊന്ന് ആലോചിച്ചോ. എവിടെ എന്തൊരു അല്പത്തരാണ്. വീണെടുത്ത് കിടന്ന് ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുകയാണ്. എന്നാലും സമ്മതിക്കൂല. അത് പിന്നെ ഇവരുടെ പാരമ്പര്യമായിട്ടുള്ളതാണല്ലോ അല്ലേ? പാരമ്പര്യം അങ്ങനെയാണല്ലോ. കഴിഞ്ഞ ദിവസം ഇപ്പൊ മിഞ്ഞാന്ന് ശിവൻകുട്ടി വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശിവൻകുട്ടി അന്ന് മെയ് 4, അതായത് മെയ് 4 തലേ രാത്രി, അതായത് മെയ് 3 രാത്രി അടിച്ച സാധനത്തിന്റെ ഹാങ് ഓവർ ഇപ്പോഴും ശിവൻകുട്ടിക്ക് പോയിട്ടില്ല എന്നാ തോന്നുന്നത്. കാരണം അന്ന് അടിച്ച ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയില്
ഔദ്യോഗികമായിട്ട് ആരാ? പിണറായി വിജയനായിരുന്നു. അപ്പൊ അന്ന് അടിച്ച സാധനത്തിന്റെ ഹാങ് ഓവർ ഇതുവരെ ശിവൻകുട്ടിക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ശിവൻകുട്ടി പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന്. അപ്പൊ നിങ്ങളൊന്ന് എവിടെയൊക്കെ പോകുന്നൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങള് ഒരു തെറ്റുപോ സ്വാഭാവികമായിട്ടോ തെറ്റോ അബദ്ധമോ എനിക്ക് എന്തോ ആവട്ടെ, ഇവന് നമുക്കിപ്പോ ഇവനിപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ അങ്ങനെ മറ്റേ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. ഇനി അപമാനിക്കാൻ ഉദ്ദേശിച്ചില്ല, ഇവൻ ചെയ്തപ്പോ അത് അങ്ങനെ ആയിപ്പോയതാണെങ്കിൽ അതങ്ങോട്ട് തുറന്ന് സമ്മതിച്ചാ പോരെ. എന്തിനാ ഈ കിടന്ന് ഉരുണ്ടോണ്ടിരിക്കുന്നത്? എന്നിട്ട് അതിന്റെ മുകളില് അതിനെ ന്യായീകരിക്കാൻ ഇപ്പൊ അങ്ങനെയാണല്ലോ, ഒരു കള്ളം പറഞ്ഞാല് അതിനെ സ്ഥാപിക്കാൻ 1000 കള്ളങ്ങൾ പറയേണ്ടി വരും എന്ന് പറയുന്നത് പോലെ ഇവൻ ഒരു ചെറ്റത്തരം കാണിച്ചിട്ട് ആ ചെറ്റത്തരത്തിന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങോട്ട് അധിക്ഷേപങ്ങളുടെ പരമ്പരയാണ്. എല്ലാരും അധിക്ഷേപിക്കുക. ഇവനെല്ലാം തികഞ്ഞ ഒരു എല്ലാം തികഞ്ഞ് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു മഹാമനുഷ്യനാണ് ഈ പറയുന്ന അൽപ്പൻ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച്. ഇപ്പൊ ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മോന് ബിനീഷ് കോടിയേരിന്റെ കാര്യം പറഞ്ഞപ്പോ അങ്ങനെ തന്നെ. അത് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ അവന്റെ ഓരോ കാര്യങ്ങൾ കാണുന്നത്. അപ്പൊ അവൻ കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിലെ ഒരു പരിപാടി ഉണ്ട്, ഒരു പോഡ്കാസ്റ്റ് പോലത്തെ. അതിൽ പങ്കെടുത്തിട്ട് അവൻ പറഞ്ഞ ചില സെന്റൻസുകൾ ഉണ്ട്. വളരെ കൃത്യമായിട്ട് അവൻ എന്താണ് ഒരു സൈക്കോളജിക്കൽ മൂവ് എടുത്തിട്ടുണ്ട്. ഇന്നലെ ഇവൻ ഈ ബിനീഷ് കോടിയേരി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. എന്താണ്? ഈ തിരുവനന്തപുരത്തെ ഒരു കൗൺസിലർ ഉണ്ടല്ലോ, ആ കൗൺസിലർ ഇന്നലെ സത്യപ്രതിജ്ഞ ജയിലിൽ വെച്ച്, ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജയിലിൽ വെച്ച് ഒരു സത്യപ്രതിജ്ഞ നടത്തിയ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഇവരൊക്കെ ഓരോ ഫേസ്ബുക്ക് കുറിപ്പുകളൊക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോ ഈ പറയുന്ന എരപ്പന്, ഈ കോടിയേരിയുടെ മോന്, ഇവരൊക്കെ ഒരു കഴിഞ്ഞ കാലങ്ങള് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോ മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന അതിന്റെ തുടർച്ചകൾ തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ ഒരു കണക്കിന് ഈ എരപ്പന്മാരും ഈ അല്പന്മാരും ഒക്കെ ഇതൊക്കെ തുടരുന്നത് നല്ലതാ. കാരണം ഇവര് കരുതുന്നത് എന്തറിയോ? ഇവര് കരുതുന്നത് ഞാൻ എന്തോ വലിയ ബുദ്ധിമാനും ഈ കേൾക്കുന്ന ആളുകളും കേരളത്തിലെ ജനങ്ങളും ബാക്കിയുള്ള ആളുകളും ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഭൂലോക പൊട്ടന്മാരുമാണ്, ഞാൻ എല്ലാം തികഞ്ഞോനാണെന്ന ഇവരെ പോലെയുള്ള ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ഈ അൽപ്പൻ, പിന്നെ ഈ ബിനീഷ് കോടിയേരി, അങ്ങനെയുള്ള കുറെ ആളുകള് ഇവരൊക്കെ കരുതുന്നത് ഇവരൊക്കെ വലിയ ബുദ്ധിയുള്ള ആളുകള്, അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ 100% അങ്ങനെയാണ് കരുതുന്നത്. പക്ഷെ ഇവരിത് തുടരുന്നത് അതല്ല. കാരണം ഇവരിത് തെരഞ്ഞെടുപ്പിന് മുമ്പും പറഞ്ഞുകൊണ്ടിരുന്ന അതേ ലൈൻ, അതേ ഒരു വഴി, അതേ രീതി, അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോട്ടെ, ജനങ്ങൾക്ക് വിലയിരുത്താനുള്ള ഒരു അവസരമാണല്ലോ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള ഒരു എരപ്പൻ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. യുമ്മി എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷും, യമ്മി എന്ന് പറഞ്ഞാൽ അത് അറബിയാള് ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര നല്ല ഭക്ഷണം യമ്മി. എന്താ പോലെ ഒരു എക്സ്പ്രഷൻ, എന്താ പോലെ ഒരു അയ്യോ. ഇത് കണ്ടപ്പോ മുതൽ എനിക്കിങ്ങനെ വല്ലാത്തൊരു ഞാനിങ്ങനെ ആലോചിക്കോ ഇവന്റെ ഒരു ചിന്താഗതി എന്തായിരിക്കും. അപ്പോ ഇവനിത് പറയുമ്പോ ഇവനെന്ത് ചിന്തിക്കണേ? ഞാൻ മാത്രം അറബിയാളെ കണ്ടിട്ടുള്ളൂ. ഏത് ഇവനൊന്നും അറിയാത്ത എത്ര ആളുകളുണ്ടല്ലേ. നമ്മുടെ മലയാളികള് ഈ പറയുന്ന വിവിധ രാജ്യങ്ങളിലുണ്ടോ? ഇപ്പോ അമേരിക്ക, യൂറോപ്പ്, UK, ലണ്ടൻ, കാനഡ, ഫ്രാൻസ്, ജപ്പാന്, ചൈന, നമ്മളൊന്നും ഊഹിക്കാത്ത ന്യൂസിലാൻഡ്, ഫിൻലാൻഡ് പോലെയുള്ള നമ്മളൊന്നും ഊഹിക്കാത്ത ഇടങ്ങളില് വലിയ രീതിയിൽ സ്വാധീനമുള്ള, അവിടുത്തെ ആളുകളുമായിട്ട് വലിയ രീതിയിൽ ചങ്ങാത്തമുള്ള ഒക്കെ ഭയങ്കരമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ഈ അറേബ്യൻ നാടുകളിലുമുണ്ട്. അപ്പോ അവരുമായിട്ട് ബിസിനസ്, അവരുമായിട്ട് കച്ചവടം, അവരുമായിട്ട് കൊളീഗ്സ് ആയിട്ടുള്ളവർ, ഒരേ ഓഫീസിൽ പണിയെടുക്കുക, അങ്ങനെ പല രീതിയിൽ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. എന്നിട്ട് ഇവൻ പറയാണ് ഇവൻ മാത്രമേ അറബിയാള് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഭക്ഷണം യമ്മി. എന്താ ഇപ്പൊ ഇവനെ പറയാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇവന് പറയുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവണില്ലേ? ഇവൻ മാത്രമേ അറബിയാളെ കണ്ടിട്ടുള്ളൂ, അതല്ലേ ഇവന്റെ വർത്താനം. നിങ്ങളൊക്കെ കുറെ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ പല ഇത്തരത്തിലുള്ള
അറബ് വംശജരായിട്ടുള്ള പല നാടുകളിൽ, ഇപ്പൊ സൗദി ആവാം, UAE ആവാം, ഒമാൻ ആവാം, ബഹ്റൈൻ ആവാം, മസ്കറ്റ് ആവാം, അല്ല കുവൈത്ത് ആകാം, അങ്ങനെ പല രാജ്യങ്ങളിലുമുള്ള പല ഈ പറയുന്ന അറബ് വംശജരായിട്ടുള്ള ആളുകളുമായിട്ട് പല സഹവാസങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഇവരുടെ കൂടെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ഇവരൊക്കെ ഭയങ്കര നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നല്ല ഭക്ഷണം കാണുമ്പോ ഇവരെന്താ പറയല്? യമ്മി. എന്തൊരു അല്പനാണോ ഇവൻ? എന്തൊരു അല്പനാണ്. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടാ. എനിക്കിത് നമ്മൾ പറയുമല്ലോ, വീണെടുത്ത് കിടന്നു ഉരുളുക എന്നൊക്കെ നമ്മൾ പല രീതിയിൽ ഇതിനെ പറയും. ഇതിപ്പോ അതൊന്നല്ല. ഇത് ഞാനെന്തോ ഭയങ്കര സംഭവം, നിങ്ങളെല്ലാരും വലിയ പൊട്ടന്മാര് എന്നുള്ള രീതിയിലായി ഇവന്റെ വർത്താനം. ഇപ്പൊ ഇവൻ ഇന്നലെ പറയുകയും ചെയ്ത്, ഏത് മയ കുയി പോയ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അച്ചടി ഭാഷയിലേ സംസാരിക്കാൻ പാടുള്ളൂ. അതാ ഞാൻ പറഞ്ഞേ, ആ വിദ്യാർത്ഥികളെ അപമാനിച്ച് അധിക്ഷേപിച്ച് പൊതുമധ്യത്തില് ഇതൊക്കെ അധിക്ഷേപിച്ച്, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇവൻ ഈ വിദ്യാർത്ഥികളെ അഡ്രസ് ചെയ്തിപ്പിക്കുന്നതും അവരെ ചെവിക്ക് പിടിക്കുന്നതും ഒക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്നറിയില്ല. അതില് ഇവനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ സദസ് പൊട്ടി ചിരിക്കുക. കാരണം എന്താ? അവിടെ ഒരുത്തനെ അപമാനിക്കുക, മറ്റൊരുത്തനെ അപമാനിക്കുന്ന കാണുമ്പോൾ ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ എരപ്പനും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മലപ്പുറത്തിനെതിരെ അധിക്ഷേപങ്ങളുടെ ഒരു പെരുമഴ. മലപ്പുറത്തെ സംസാരം പറ്റൂല, ഒരു മലപ്പുറത്തെ രീതി പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആനയാണ് ചേനയാണ്. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവന്റെ ഒരു പുതിയ കണ്ടുപിടുത്തം യമ്മിയാണ്. ഇംഗ്ലീഷുകാർക്ക് യുമ്മിയാണ്, അറബി ആൾക്കാർ യമ്മിയാണ്. ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര നല്ല ഭക്ഷണം യമ്മി. എന്താ പറയാ, ഇവനാണ് കോളേജ് അധ്യാപകൻ എന്ന് പറയുമ്പോ വല്ലാത്തൊരു അത്ഭുതം തോന്നുകയാണ്, ആശ്ചര്യം തോന്നുകയാണ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി എക്സാക്ട്ലി ഈ എമ്മി എന്ന് പറയുന്ന വാക്ക് എന്താണ് എന്നും നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ എല്ലാരും AI കാലഘട്ടം, ചാറ്റ് GPT, AI കാലഘട്ടം, അങ്ങനെ ഭയങ്കര ടെക്നോളജിയിലാണല്ലോ. ഇതിലൊക്കെ ഒന്നും പോണ്ട, നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യും എമ്മി എന്നുള്ള വേർഡ്. എങ്ങനെയാണ് അത് ഉണ്ടായത്, അതിന്റെ ഉത്ഭവം എവിടുന്ന, എന്താണ് അതിന്റെ മാനദണ്ഡം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറബിയാൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോ യമ്മി എന്ന് പറയോ? ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. ഇതൊന്നും വേണ്ട. ഇനിയിപ്പോ അറബിയാളെ കാര്യം വിട്. ഇപ്പം പറഞ്ഞത് ഇംഗ്ലീഷുകാര് യുമ്മീനും അറബിയാള് യമ്മീനും അങ്ങനെയാണോ പറയണത്? ഒന്ന്. ഇനി രണ്ട്, ഈ അറബിയാളെ കാര്യം നമ്മൾ ഗൂഗിളൊന്നും ചെയ്യണ്ടല്ലോ. നിങ്ങൾക്കും എനിക്കും ഒക്കെ നമ്മളെല്ലാവർക്കും വലിയ പരിചയമുള്ള ആളുകളിലേക്കും അല്ലെ? അതില് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അറബി ഭക്ഷണമൊക്കെ കഴിച്ച് എന്തെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് യമീൻ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പലതും കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അവർ പറയുന്നത്, പല പദപ്രയോഗങ്ങൾ. ഇപ്പോ ഒരു UAE പൗരനായിട്ടുള്ള വ്യക്തിയുടെ ഭാഷാ പ്രയോഗമായിരിക്കില്ല ഒരു ഒമാനിയുടേത്, അല്ലെങ്കിൽ ഒരു സൗദിയുടേത്, അല്ലെങ്കിൽ ഒരു ഖത്തറിയുടേത്, അല്ലെ, ഒരു കുവൈത്തിയുടേത് ഒക്കെ. ഈ പറയുന്ന എന്താ പറയണ്ട, ദേശാന്തരങ്ങൾക്കുള്ള വ്യത്യാസങ്ങള് അവിടെയൊക്കെ ഉണ്ടാവും അല്ലെ? ഈ പറയുന്ന ദേശഭാഷാ വ്യത്യാസങ്ങൾ, വസ്ത്രങ്ങളിൽ പോലും ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. കാണുമ്പോ എല്ലാം ഒരു നീളക്കുപ്പായം, ഒരു തലക്കെട്ട് ഒക്കെ ആണെങ്കിലും ഇപ്പം സൗദിയുടേതും ഖത്തറിയുടേതും ഇമാറാത്തിയുടേതും ഒമാനിയുടേതും ഒക്കെ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു അറബി, ഏതെങ്കിലും ആവട്ടെ, ഭക്ഷണം കഴിച്ച് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചിട്ട് യമ്മി, ഉടനെ അവരുടെ റിയാക്ഷൻ യമ്മി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിയാക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല ഭക്ഷണം കഴിച്ചിട്ട് പല റിയാക്ഷനുകളും നിങ്ങൾ കണ്ടാവും. എപ്പോഴെങ്കിലും ഈ പറയുന്ന ഇവൻ പറഞ്ഞ പോലെ യമ്മി എന്ന് അവര് റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തൊരവസ്ഥയാ നോക്ക്. എന്നിട്ട് കിടന്ന് ഇങ്ങനെ അവൻ പഠിപ്പിച്ചു ക്ലാസ് എടുത്തോണ്ടിരിക്കുക, അതും ആ മാധ്യമ പ്രവർത്തകന്. നിനക്ക് അറിയാനില്ല, നീ അന്വേഷിച്ചു നോക്ക്. അല്പന് എന്താ പറയാ, എരപ്പത്തരം എന്നല്ലാതെ എരപ്പന. ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇപ്പൊ സംഭവിച്ചത് മറ്റൊന്നുമല്ല,
മെമ്പർഷിപ്പ് എടുത്തതോടുകൂടി ഞാന് പരമചെറ്റയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പണിയെടുത്തോണ്ടിരിക്കുക. അങ്ങനെയുണ്ട്, അങ്ങനല്ല. ഇപ്പൊ സാധാരണ ആളുകള് ഇപ്പൊ ഭൂലോക ഉടായ്പകളൊക്കെ ഉണ്ടാവും നാട്ടില്, അല്ലെ? എല്ലാ നാട്ടിലും ഉണ്ടാവും. ചില ആളുകള് ഭൂലോക ഉടായ്പായിരിക്കും. ഈ ഉടായ്പകള് എന്ത് ചെയ്യും? ഞാൻ ഉടായ്പൊന്നുമില്ല, ഞാൻ ഭയങ്കര എക്സ്ട്രാ ഡീസന്റ് ആണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവൻ നേരെ തിരിച്ചാ. ഇപ്പൊ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം ഞാൻ പരമചെറ്റയാണെന്ന്, അല്ലെങ്കിൽ പരമചെറ്റയാകാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ പരമചെറ്റയാണെന്ന് ജനങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലാതെ ഇപ്പൊ ഇത് എന്താന്ന്? ഇങ്ങനെ ഒരു ഗതികെട്ടവൻ ലോകത്ത് വേറെ ഉണ്ടോ? വല്ലാത്തൊരു ഗതികേടാണ്. ലക്ഷ്യം എന്താ? നക്കണം, എങ്ങനെങ്കിലും നക്കണം. 2 നേരമല്ല, 3 നേരം 4 നേരം കിട്ടിയാലും കുഴപ്പമില്ല, നക്കണം എന്നുള്ളതാണ് ആകെയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്.